ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇതുപോലെ നട്ടും ബോൾട്ടും വെച്ചിട്ട് ഇതുപോലൊരു ക്രോസ്. ഓക്കെ, ഞാനൊരു ക്രോസാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതൊരു വെൽഡിംഗ് ടേബിളാണ്, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ ജസ്റ്റ് ഇതുപോലെ ബോൾട്ട്സാണ് ഒരുമിച്ച് കാണുമ്പം ഒരു ഇത് വേണ്ട. ഓക്കെ, ഒരു ഡൗട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ബോൾസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിരത്തി വെച്ചതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ അതിൽ ക്രോസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ നമ്മൾ ഇതുപോലെ ഒരു ഇതാക്കിയിട്ടാണ് നമ്മൾ ക്രോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഏകദേശം ഞാൻ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യുക, ടോപ്പ് ബോട്ടം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. ഒരു കണക്ക് ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഇതിൽ പറയുന്നത് 12:6:3 എന്നുള്ള റേഷ്യോ ആണ്. അത് സൈഡിലേക്ക് വരുമ്പോൾ 3യും മറ്റേത് 12 ഈ ലെങ്ത്തിൽ വരണം. ഓക്കെ, അപ്പോൾ ആ ഒരു റേഷ്യോ എടുത്തിട്ടാണ് ഞാൻ എത്ര ബോൾസ് എടുക്കണം എന്നൊരു കണക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഇതിൽ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഒരു ആരാധന ഇതായതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കതിനൊരു കണക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ ഓർഡർ പ്രകാരമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെൽഡിങ്ങിൻ്റെ ഞാൻ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ക്രോസ് ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ വലിയ ഗ്രാഹ്യമില്ലായിരുന്നു എന്താണ് സംഭവം, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പുറത്ത് ഇതൊക്കെ ക്രോസൊക്കെ ചെയ്യുന്ന അവരുടെ അന്വേഷിച്ചപ്പോൾ അവരും ഇതുപോലെയുള്ള പല മെറ്റൽ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞതിൽ സ്ഥിതിക്കാണ് അങ്ങനെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു. അപ്പോൾ മുമ്പ് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് ക്രോസിനോട് ഭയങ്കര എപ്പോഴും ഒരു ഇതായിരുന്നു. ക്രോസൊക്കെ കാണുമ്പം വലിയൊരു ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ക്രോസിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ടിപ്പിലേക്ക് നമ്മൾ വെൽഡ് ചെയ്യുക. അതിന് മുന്നേ നമ്മളിത് ഉറപ്പിക്കണം. അപ്പോൾ ഒരു സാമ്പിൾ ഞാൻ എടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് വരയ്ക്കണം. ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്കിത് വരച്ചെടുത്തിട്ടാണ് ബാക്കി, അല്ലെങ്കിൽ നീങ്ങിപ്പോകും. നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്കിതൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഇതിൽ എണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണ എടുത്ത് പറഞ്ഞ് സെൻറ്റർ പോർഷൻ അവിടെ തന്നെ വെച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 1 2 3 4 1 2 3 4 സൈഡിലേക്കൊക്കെ ഈക്വലായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റേഷ്യോ കണ്ടിരുന്നത്. അങ്ങനെയാണ് ക്രോസിൽ എടുക്കേണ്ടത് എന്നുള്ള റേഷ്യോ ആണ് കണ്ടത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിതിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ആണി എടുത്തിട്ട്, ഓക്കെ, ഇതുപോലെ ആണി എടുത്തിട്ട് ഇതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓരോന്നോരോന്ന് കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് മാത്രം അടിച്ചാൽ മതി, എല്ലായിടത്തും ഇല്ല. ജസ്റ്റ് ഈ ഏരിയ നീങ്ങിപ്പോണ്ടിരിക്കും. അവിടെ അടിച്ചതിന് ശേഷം നമുക്കതൊന്ന് വെൽഡ് ചെയ്ത് നിർത്താം. ഓക്കെ, അപ്പോൾ അത് വെൽഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഇവിടേക്ക് ആണി അടിച്ചിട്ട് നമുക്ക് ഉറപ്പിച്ചതിന് ശേഷം കറക്റ്റ് സെറ്റ് ആക്കിയതിന് ശേഷം ആണ് ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് സ്ഥലത്തൊക്കെ വെൽഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽഡിങ് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ആണി അടിച്ച് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ ഇതുപോലത്തെ മറ്റേ ബിഗ് വെൽഡറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ മെക് വെൽഡർ യൂസ് ചെയ്തിട്ട് ഈ സാധനം കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, എർത്തിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ സ്പീക്കറിൻ്റെ താഴെ ഭാഗം, സ്പീക്കറിൻ്റെ ബാക്കിൽ വരുന്ന മാനറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു താഴെ ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ബേസ്മെൻറ്റ് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെൽഡ് ചെയ്ത് വെച്ച ബേസ്മെൻറ്റ് നമുക്കിനി നമ്മുടെ കുരിശിൻ്റെ മെയിൻ ക്രോസിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിത് ഇങ്ങനെ ചേർക്കണം. ഇങ്ങനെ വെൽഡ് ചെയ്ത് ചേർക്കുക. എന്നുവെച്ചാൽ ഞാൻ 5 അതിൽ വെൽഡ് ചെയ്ത് ഇതിൽ പ്ലസ് പോലെ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിലൊരു കല്ല് റെഡ് സ്റ്റോൺ ചെയ്യണമെന്നുണ്ട്, പോളിഷിംഗ് ഒക്കെ ചെയ്തിട്ട്. നമ്മൾ ഇപ്പുറത്താണ് വെൽഡ് ചെയ്ത്, ഇനി ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഓക്കെ, അതെനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം വെൽഡിങ് നല്ല ലൈറ്റ് ഉണ്ട്. മൊബൈൽ ക്യാമറയിൽ തന്നെ നമുക്ക് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്യട്ടെ. നമ്മൾ ഇതുപോലെ ഈ ബേസ്മെൻറ്റ് വെച്ചിട്ട് ഇവിടെ ഞാൻ ഈ പലകയിൽ ആണി അടിച്ചിട്ട് ഇത് ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
ബാക്കിയും കൂടെ ചേർത്ത് വെൽഡ് ചെയ്യാം. ഈ വെൽഡിങ് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നേരത്തെ ഒരു ഇച്ചിരി ചെറുതായിട്ട് കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ കിടത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡ് നമുക്ക് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഗ്രൈൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഗോൾഡൻ പെയിൻറ്റ്, ആ പെയിൻറ്റിംഗ് ഒന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, ഒരു ഗോൾഡൻ. ഞാൻ ബൈക്കിനൊക്കെ ചെയ്യുന്ന പെയിൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ഉണങ്ങും, മാക്സിമം 1 മണിക്കൂർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്ത്, ബാക്കിൽ കുറച്ച് ഇതുണ്ട്, എന്നാലും ഗ്രൈൻഡ് ചെയ്ത് നല്ലതാക്കി പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഈ പർപ്പിൾ കളർ സ്റ്റോൺസാണ്, അതിങ്ങനെ ഒട്ടിക്കുകയാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഈ ലെവലിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ വെക്കാനാണ്, അതാണ് ഞാനത് കാണിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ ആണ് നമ്മൾ എടുത്ത് വെക്കുന്നതെന്നൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ അതിൻ്റേതായ 70 രൂപയുടെ ഒരു ഗം, 70 വരുന്നൊരു ഗമ്മുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്നുള്ള രീതിയിൽ വെച്ചാണ് ഇതുപോലെയും, എന്നിട്ട് ഓരോന്ന് ഇടവിട്ടിട്ടും ആയിട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നല്ല ഷൈനിങ്ങുള്ള ടൈപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളേഴ്സ് വേണമെങ്കിൽ റൂബിയും ചെയ്യാം. റൂബി ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ റൂബി കിട്ടിയില്ല, റൂബി റെഡ്. ഓക്കെ, അപ്പം ഇത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നി കാണുമ്പോൾ. ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് വേറെ റെഡൊക്കെ ചെയ്യാൻ പറ്റും, റൂബി റെഡൊക്കെ ചെയ്യണം. പക്ഷേ ഇത് നല്ലൊരു ലുക്ക് തോന്നി. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക, ഏതെങ്കിലും കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അത് വെച്ചിട്ട് അടുത്ത എന്തെങ്കിലുമൊക്കെ ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതും ചെയ്ത് നോക്കാമല്ലോ നമുക്ക്. ഓക്കെ, ബാക്കി എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം ഒരെണ്ണം ഒട്ടിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പെയിൻറ്റിൻ്റെ ഇതിലിങ്ങനെ ഒട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗമ്മ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടേക്ക് നമ്മൾ കറക്റ്റ് നോക്കുക. അപ്പോൾ ഇവിടെ ഈ ഇൻസൈഡ് ഏരിയ ആണ് നമുക്കിത് ഒട്ടേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഗമ്മ് വെച്ച് കൊടുക്കുക. ഈ ഇന്നർ ഏരിയ മാത്രം, പുറത്തേക്കൊന്നും ആവണ്ട. ഇവിടെ ഒരു സൈഡൊരു സ്ലാൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ, ആ സ്ലാൻഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതിൻ്റെ ഈ സീക്വൻസിൻ്റെ ഉൾഭാഗമാണ് നമുക്കവിടെ പൊട്ടിക്കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഗം എല്ലാത്തിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം മാത്രം ഞാനിത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാം, ബാക്കി ഞാൻ ഒട്ടിച്ചിട്ട് കാണിക്കാം. നമ്മൾ വീഡിയോ അതിൻ്റെ വലിയ ലെങ്തി ആക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഈ ഗമ്മിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അറിയാൻ പറ്റും നമ്മൾ ആ ഗമ്മിലേക്ക് ഇതിങ്ങനെ ഒട്ടി നിൽക്കുന്നത് നമുക്കതിൽ ഫീൽ ചെയ്യും, നമ്മുടെ കൈ ഒട്ടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ അമർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗമ്മ് തേച്ചാലൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. വേണ്ട, ഇത്രയും നമ്മൾ ഇവിടെ വെച്ചു. ഇനി ബാക്കിയും കൂടെ ഫുൾ ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ. ഓക്കെ, കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഈ കല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കണം. കാരണം ഗമ്മരിക്കുന്ന ഭാഗവും എല്ലാം നോക്കി കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒന്നും കൂടെ പോളിഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത്, ഇതാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ഒക്കെ വരുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ കുറേ കൂടെ നല്ല രീതിയിൽ ഷൈനിങ് ഉണ്ട്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് രാത്രി കാണാം. മറ്റേ ഇത് തിളങ്ങിയിരിക്കുന്നതൊക്കെ അതിൻ്റെ ലൈറ്റ് അതിൽ വരുമ്പോഴാണ് അതിൻ്റെ ആ തിളക്കം ശരിക്കും എടുത്ത് കാണിക്കുക. ഓക്കെ, ഉണ്ടോ, ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല തിളക്കമുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ അത് കാണുന്നില്ല. ഇതിൽ ലൈറ്റ് വരുമ്പോൾ ഇതിൻ്റെ ഷൈനിങ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു പകൽ വെളിച്ചത്തിൽ കൂടെ ഞാൻ കാണിക്കാത് എങ്ങനെയുണ്ട് തിളക്കം. ഒരു സൂര്യൻ്റെയൊക്കെ വെളിച്ചം കിട്ടുന്ന സമയത്തും ആ ഒരു വൈറ്റ് ലൈറ്റിൽ നല്ല തിളക്കമുണ്ട്. ഇതിപ്പോൾ ട്യൂബിൻ്റെ ലൈറ്റിലായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ആ വ്യൂ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ രാവിലത്തെ പകൽ അതിൻ്റെ ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതൊരു ജസ്റ്റ് ഒരു ഔട്ട്ഡോർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്, കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് കുറച്ച് ബോൾട്ട് യൂസ് ചെയ്ത്, നട്ട് ബോൾട്ടിൻ്റെ അതിൽ നട്ട് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഓക്കെ, ജസ്റ്റ് വീട്ടിൽ കിടക്കുന്ന സ്ക്രാപ്പ് വെച്ച് ചെയ്യാം. ഇത് ഞാൻ പുതിയ മേടിച്ചായിരുന്നു, കാരണം നമ്മളൊരു അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ പുതിയ മേടിച്ചാണ്. അപ്പോൾ പഴയത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം.
ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടൊക്കെ നമുക്ക് സ്ക്രാപ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായിരുന്നു കൺസെപ്റ്റ്. ഇതൊരു ഓർഡർ തന്നുകൊണ്ട് ഞാനിത് അത്രയും ഒരു ഇതിനായിട്ട് പുതിയ തന്നെ ബോൾട്ട് മേടിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെയും കൂടെ അഭിപ്രായം പറയുക, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നും അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതും ഒക്കെ കൂടെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് പറയാം. വേറെ ഏതെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.